എത്ര ഉപയോഗശൂന്യമായി നിങ്ങൾക്ക് തോന്നിയാലും എപ്പോഴും ഓർക്കുക, പുഞ്ചിരിക്കാനുള്ള ഒരാളുടെ കാരണം നിങ്ങളാണ്. നിങ്ങളെ വേദനിപ്പിക്കാനുള്ള ഒരു ഒഴികഴിവായി അവരുടെ വേദന ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾക്ക് സുഖപ്പെടുത്താൻ കഴിയില്ല. നിങ്ങൾ എത്ര നല്ലവനാണെങ്കിലും ഒരു തെറ്റായ സ്ഥലത്താണെങ്കിൽ നിങ്ങൾ വിലകെട്ടവരാണ്. ചിലപ്പോൾ ഉപേക്ഷിക്കുക എന്നത് മാത്രമാണ് നിങ്ങൾക്കുള്ള ഒരേയൊരു ഓപ്ഷൻ. കാരണം നിങ്ങൾ അവരോട് പെരുമാറുന്ന രീതിയിൽ നിങ്ങളോട് പെരുമാറണമെന്ന് നിങ്ങൾക്ക് യാചിക്കാൻ കഴിയില്ല. അനാദരവ് കാണിച്ചതിനു ശേഷം മിണ്ടാതെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ സൂക്ഷിക്കണം. നിങ്ങൾ പ്രണയത്തിലാകുന്ന ഒരാൾ വെറും സുഹൃത്തുക്കളിലേക്ക് തിരിച്ചു പോകില്ല. ഓരോ വ്യക്തിയും നിങ്ങളുടെ വിശദീകരണം അർഹിക്കുന്നില്ല. ചിലപ്പോൾ മിണ്ടാതിരിക്കുക നിങ്ങൾ തെറ്റാണെന്ന് അവർ അനുമാനിച്ചോട്ടെ. ജീവിതത്തിലെ ഏറ്റവും സങ്കടകരമായ ഭാഗം നിങ്ങൾ ജീവിതകാലം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളോട് വിട പറയുക എന്നതാണ്. നിങ്ങൾ ഒരാളെ ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോൾ അവരെ ഉപേക്ഷിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഒരു വ്യക്തി നിങ്ങളോട് പ്രണയത്തിലാണെങ്കിൽ ആഴത്തിലുള്ളതും സംസാരിക്കാൻ പ്രയാസമുള്ളതുമായ കാര്യങ്ങൾ അവൻ നിങ്ങളോട് തുറന്നു പറയാൻ തുടങ്ങും. നിങ്ങളുടെ കണ്ണുനീർ, സങ്കടം, വേദന എന്നിവ ആരും ശ്രദ്ധിക്കില്ല. പക്ഷേ എല്ലാവരും നിങ്ങളുടെ തെറ്റുകൾ ശ്രദ്ധിക്കുന്നു. നിങ്ങൾ ആരെയെങ്കിലും ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കാത്തതാണ് ഏറ്റവും മോശമായ വികാരം. എന്നാൽ നിങ്ങളത് ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാം. 98% ആൺകുട്ടികളും അവരെ ചിരിപ്പിക്കാൻ കഴിയുന്ന പെൺകുട്ടികളിലേക്ക് ആകർഷിക്കപ്പെടുന്നു. ദശലക്ഷക്കണക്കിന് വാക്കുകൾ പറയാനുള്ളപ്പോഴും എങ്ങനെ മിണ്ടാതിരിക്കാം എന്നതാണ് ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ച ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. നിങ്ങളെ സുഖപ്പെടുത്തുന്ന ഒരേയൊരു വ്യക്തി നിങ്ങൾ വേദനിക്കുന്നതിനുള്ള കാരണവും ആയിരിക്കുമ്പോൾ അത് വിഷമകരമാണ്. ജീവിതത്തിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും കഠിനമായ തീരുമാനങ്ങളിലൊന്ന് ചെയ്യാതിരിക്കണോ അതോ കഠിനമായി പരിശ്രമിക്കണോ എന്നത് തിരഞ്ഞെടുക്കുന്നതാണ്. ആരെങ്കിലും നിങ്ങളെ ആഗ്രഹിക്കുന്നു എന്നതുകൊണ്ട് അവർ നിങ്ങളെ വിലമതിക്കുന്നു എന്നല്ല അർത്ഥമാക്കുന്നത്. ഒരാളോട് ആസക്തനാകരുത്. അവർ പോകുമ്പോൾ അത് മറക്കാൻ വളരെ പ്രയാസമാണ്. ഒരു പെൺകുട്ടി എന്ത് എന്ന് ചോദിക്കുമ്പോൾ അത് അവൾ പറയുന്നത് കേൾക്കാത്തത് കൊണ്ടല്ല. നിങ്ങൾ പറഞ്ഞത് മാറ്റാൻ അവൾ നിങ്ങൾക്ക് അവസരം നൽകുന്നു. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ സ്നേഹിക്കുന്നത് നിർത്തുന്നതാണ് യഥാർത്ഥ വിഷാദം. ഒരു വ്യക്തി നിങ്ങളോട് മറ്റുള്ളവരെക്കുറിച്ച് എങ്ങനെ സംസാരിക്കുന്നു എന്ന് ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കുക. അവർ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കുന്നത് ഇങ്ങനെയാണ്. നിങ്ങളുടെ മനസ്സ് ആരെയെങ്കിലും വെറുക്കുന്നതാണ് ഏറ്റവും ആശയക്കുഴപ്പമുണ്ടാക്കുന്ന വികാരം. എന്നാൽ നിങ്ങളുടെ ഹൃദയം അതേ വ്യക്തിയെ സ്നേഹിക്കുന്നു. എന്തു ചെയ്യണമെന്ന് നിങ്ങൾക്കറിയില്ല. തങ്ങളെ ചിരിപ്പിക്കാൻ കഴിവുള്ള ഒരാളോട് സ്ത്രീകൾ കൂടുതൽ ആകർഷിക്കപ്പെടുന്നു. നിങ്ങളുടെ വാക്കുകൾ നിങ്ങൾ എത്ര ശ്രദ്ധയോടെ തിരഞ്ഞെടുത്താലും അവ എല്ലായ്പ്പോഴും മറ്റുള്ളവരാൽ വളച്ചൊടിക്കപ്പെടും. ആളുകൾക്ക് നിങ്ങളെ ഉപയോഗമില്ല എന്ന് വരുമ്പോൾ അവർ നിങ്ങളെ ആക്രമിക്കുന്നു. ഒരു സ്ത്രീയോട് അവൾ അസ്വസ്ഥനായിരിക്കുമ്പോൾ വിശ്രമിക്കാൻ പറയുന്നത് അവളെ ശല്യപ്പെടുത്തുകയും ദേഷ്യം പിടിപ്പിക്കുകയും ചെയ്യും. നിങ്ങളിനി ഒരാളുമായി ചങ്ങാതിമാരല്ലെങ്കിൽ അവർ നിങ്ങളുമായി പങ്കിട്ട രഹസ്യത്തെ ബഹുമാനിക്കുക. അതിനെ സമഗ്രത എന്ന് വിളിക്കുന്നു. ബന്ധങ്ങളുടെ കാര്യത്തിൽ 85% ആളുകളും പൂർണ്ണത ആഗ്രഹിക്കുന്നില്ല. അവർക്ക് പരിശ്രമം വേണം. വിപരീത സ്വഭാവമുള്ള വ്യക്തികളെ ആകർഷിക്കുന്നത് ഒരു മിഥ്യയാണ്. നമ്മൾ ഒരേ സ്വഭാവമുള്ള വ്യക്തികളിലേക്കാണ് കൂടുതൽ ആകർഷകരാവുന്നത്. ിലോ സുഹൃത്തുക്കളുടെ വീടുകളിലോ കണ്ടുമുട്ടുന്നതിനേക്കാൾ ജോലിസ്ഥലത്തെ പ്രണയം വിവാഹമായി മാറാനുള്ള സാധ്യത കൂടുതലാണ്. ഏറ്റവും വേദനാജനകമായ വിടവാങ്ങലുകൾ പറയാതെ അവശേഷിക്കുന്നതും വിശദീകരിക്കപ്പെടാത്തതുമാണ്. ചിലപ്പോൾ ഒരാളെക്കുറിച്ച് കൂടുതൽ അറിയുന്തോറും അവരോടുള്ള താല്പര്യം കുറയും. നിങ്ങളെ മാറ്റി സ്ഥാപിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കുമ്പോൾ ആളുകൾ നിങ്ങളെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ തുടങ്ങും. സ്നേഹം പലപ്പോഴും ഒരു വികാരത്തോടെ ആരംഭിക്കുന്നു, പക്ഷേ അത് ഒരു തിരഞ്ഞെടുപ്പായി നിലനിൽക്കുന്നു.
നിങ്ങൾക്ക് ഒരു അവസരവുമില്ലാത്ത ഒരു വ്യക്തിയിലേക്ക് എളുപ്പത്തിൽ ആകർഷിക്കപ്പെടുന്നു. ചിലപ്പോൾ നിങ്ങളോട് സംസാരിക്കാത്തവർ നിങ്ങളെ ശരിക്കും ആഗ്രഹിക്കുന്നവരാണ്. പെൺകുട്ടികൾ അവരെ ഏറ്റവും കൂടുതൽ ഒഴിവാക്കുന്ന വ്യക്തിയുമായി പ്രണയത്തിലാകുന്നു. കൃത്യസമയത്ത് നിങ്ങളുടെ തെറ്റിദ്ധാരണ നീക്കിയില്ലെങ്കിൽ അവർ എന്നേക്കുമായി അകന്നു പോകാൻ കാരണമാകും. നിങ്ങളെക്കാൾ മികച്ചവരെന്ന് അവർ കരുതിയ ആളുകളിൽ നിന്ന് അവർ നിരാശരാകും. നിങ്ങളുടെ ജീവിതത്തിൽ ആളുകൾ തിരിച്ചുവരും.